IPL ചരിത്രത്തിലെ വലിയ അമ്പരപ്പുണ്ടാക്കിയ വാർത്തയായിരുന്നു 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ നായകൻ ശ്രേയസ് അയ്യരെ തൊട്ടടുത്ത സീസണിൽ ടീം ഒഴിവാക്കിയത്. കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്ത ഒരു നായകനെ എന്തിനു പുറത്തിരുത്തി എന്ന ആരാധകരുടെ ചോദ്യത്തിന് ഒടുവിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുൻ KKR പരിശീലകൻ ചന്ദ്രകാന്ത് പണ്ഡിറ്റ്. അയ്യരെ നഷ്ടമായത് KKRനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ടീം ഉടമകളും മാനേജ്മെന്റും വലിയ പിന്തുണയാണ് നൽകിയതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളും ടീമിന്റെ വിശാലമായ തന്ത്രങ്ങളും കാരണമാണ് അയ്യരെ റിലീസ് ചെയ്യേണ്ടി വന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെങ്കിലും ആ തീരുമാനം ടീമിന് അനുകൂലമായില്ലെന്ന് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പറയുന്നു. KKR പരിശീലകൻ എന്ന നിലയിൽ എനിക്കതിൽ വിഷമമുണ്ട്. അതൊരു മനഃപൂർവ്വമുള്ള ഒഴിവാക്കലായിരുന്നില്ല. ശ്രേയസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫിൽ സോൾട്ടിന്റെയും മറ്റുള്ളവരുടെയും കാര്യത്തിലും എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പറഞ്ഞു. KKR കൈവിട്ട അയ്യർ ഇന്ന് പഞ്ചാബ് കിങ്സിന്റെ പടത്തലവനാണ്. 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബിലെത്തിയ താരം 2025 ടീമിനെ ഫൈനലിലെത്തിക്കുകയും 2026 സീസണിൽ തോൽവിയറിയാത്ത കുതിപ്പ് തുടരുകയും ചെയ്യുകയാണ്. അജിങ്ക്യ രഹാനെയുടെ കീഴിൽ KKR 8ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയപ്പോൾ മറുഭാഗത്ത് അയ്യർ തന്റെ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും കൂടുതൽ പക്വത കാണിക്കുന്നത് KKR മാനേജ്മെന്റിന് വലിയൊരു തിരിച്ചറിവാണ്. ഇന്ത്യൻ T20 ടീമിൽ നിന്ന് പുറത്തായ അയ്യരുടെ ഇപ്പോഴത്തെ പ്രകടനം സെലക്ടർമാരുടെ കണ്ണു തുറപ്പിക്കുന്നതാണെന്നും ചന്ദ്രകാന്ത് പണ്ഡിറ്റ് നിരീക്ഷിക്കുന്നു. ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലിയും പക്വതയാർന്ന തീരുമാനങ്ങളും അയ്യരെ വീണ്ടും ദേശീയ ടീമിൽ എത്തിക്കുമെന്നാണ് ക്രിക്കറ്റ് ആരാധകരും കരുതുന്നത്.